ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കാലത്തെണീറ്റത് ആദ്യം സ്ക്രീനൊക്കെ മാറ്റി ഡോറൊക്കെ തുറന്നിട്ട് രാവിലെ കുറച്ച് നേരം വെളിയിൽ പോയി ഒന്ന് നിൽക്കും. ഒരു 5 മിനിറ്റ് വെളിയിൽ പോയി നിൽക്കും. നമ്മൾ ഇത്ര നേരം റൂമിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെളിയിൽ നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇവിടെ നിന്ന് കുറച്ച് നേരം വെളിയിലേക്ക് നോക്കി നിൽക്കും. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക, അയ്യോ ഓന് ചായക്കുള്ളതും എല്ലാം റെഡി ആക്കണ്ടേ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ വേഗം ചായക്കുള്ള പരിപാടിയും കാലത്തേക്കുള്ള പരിപാടിയെല്ലാം റെഡിയാക്കാൻ നിൽക്കും. ഇപ്പോൾ നല്ല മഴയുള്ള സമയമാണ്, വെയിലൊന്നുമില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയായിട്ട് നല്ല മഴയും തണുപ്പൊക്കെയാണ്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് അയ്യോ ടിഫിൻ ഉണ്ടാക്കണമല്ലോ പറഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല. ഇന്നിപ്പോൾ ഇതാ നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന പോലെ ഞാനിന്നിവിടെ മാഗി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മക്കൾക്ക് മാഗി വേണം പറഞ്ഞപ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് ഉണ്ടാക്കിയതുപോലെ സവാളയും തക്കാളിയും മസാലയൊക്കെ ഇട്ടിട്ട് ഒരു പാക്കറ്റ് മാഗി ഞങ്ങൾ സെപ്പറേറ്റ് ഉണ്ടാക്കി. അപ്പോൾ രാവിലെ അതായിരുന്നു എല്ലാവർക്കും ഫുഡ്. അതിൽ ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ട് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ തട്ടിക്കൂട്ടി ഒരു മാഗി റെഡിയാക്കി എടുത്തു. അതിലൊരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെപ്പറൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. ചൂട് പോയാൽ പിന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഞാനിവിടെ മാഗിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉച്ചയ്ക്കൽക്കൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി പലതരത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചിക്കൻ കറിയിൽ ഞങ്ങൾ കുമ്പളങ്ങ ഇട്ടിട്ട് വയ്ക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാനിന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഓയിലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയും പെരുംജീരകവും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി സവാള എല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ, ചിക്കൻ വെക്കുന്ന ടേസ്റ്റ് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഞാൻ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണില്ല. വീഡിയോ ലെങ്ത് ആവും കരുതി ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അതിലേക്ക് 2 തക്കാളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് കുമ്പളങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ വെച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെല്ലാം ചിക്കൻ കറി വെക്കുന്നത് കുമ്പളങ്ങ ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുമ്പളങ്ങ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ മസാലയിൽ കിടന്നിട്ട് നമ്മുടെ കുമ്പളങ്ങ നല്ലപോലെ വഴണ്ട് വരണം. അപ്പോൾ ചിലർ ഇതിന് പകരം ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലത് നല്ല ടേസ്റ്റാണ്. നമുക്കിതിൽ തേങ്ങ അരച്ചിട്ടും തേങ്ങ അരയ്ക്കാണ്ടെല്ലാം വെക്കുക. പിന്നെ ഞാനിവിടെ ചിക്കനിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞ് ചിക്കൻ കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചോറൊക്കെ തന്നെയായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ കുറച്ച് ചിക്കൻ കൂടെ മക്കൾക്ക് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ വിശേഷങ്ങൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.